പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആത്മാവ് മൗലിദാണ്. ഹബീബായ നിബിതങ്ങളെ പുകഴ്ത്തിയും ഹബീബായ നിബിതങ്ങളെ വാഴ്ത്തിയും പറയുന്ന സ്വലാത്തും സലാമുമാണ്. ഇത് പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ സഹാബാക്കൾ എത്രത്തോളം ഹബീബായ നിബിതങ്ങളെ വാഴ്ത്തി പറഞ്ഞെന്നറിയോ? നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത രാഗങ്ങളും ഗാനങ്ങളും സ്വഹാബാക്കൾ ഹബീബായ നിബിതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദീനയുടെ മുറ്റത്ത് അല്ലാഹുവിന്റെ റസൂല് മദ്ഹ് പാടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നബിതങ്ങളെപ്പറ്റി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട മുത്തിന്റെ തോളിൽ കിടന്ന ഷാള് ഹസ്സാൻ ബിൻ സാബിത്തിനെ അണിയിച്ചിട്ടുണ്ട്. ഏത് ബൈത്തെന്നല്ലേ ഹസ്സാൻ ബിൻ സാബിത്ത് പാടിയ ആ വരികൾ? വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത് മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി, എൻ്റെ കണ്ണ് അങ്ങേക്കാൾ മനോഹരമായൊരു മനുഷ്യനെ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല നബിയേ. അങ്ങേക്കാൾ ഭംഗിയുള്ളതിനെ, അങ്ങേക്കാൾ മനോഹരമായതിനെ, അങ്ങേക്കാൾ സുന്ദരമായതിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നബിയേ. വജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങേക്കാൾ മനോഹരമായ, അങ്ങേക്കാൾ സുന്ദരനായ ഒരു കുട്ടിയെയും ഇന്ന് വരെയും ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല നബിയേ. ഖുലിഖത് മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. അല്ലാഹുവേ, അങ്ങെങ്ങനെയെന്നറിയോ പടക്കപ്പെട്ടിരിക്കുന്നത്? ഒരു ന്യൂനതയും അങ്ങക്കില്ല നബിയേ. അങ്ങയുടെ കണ്ണ് എന്തൊരു കണ്ണാണ് നബിയേ. അങ്ങയുടെ ചുണ്ട് റോസാദളങ്ങൾ പോലെ ഇരിക്കുന്ന ചുണ്ടല്ലയോ നബിയേ. അങ്ങയുടെ കവിള് അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നാൽ ഇരുന്നു പോകും നബിയേ. ഹസ്സാൻ ബിൻ സാബിത്ത് ഓരോ വരികളും പാടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബിയേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കും.